ഹലോ എവ്രി വൺ. കുവൈറ്റ് എംഒഎച്ച് ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ് ആരംഭിച്ചതിന് ശേഷം കുവൈറ്റിലേക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ വരുന്ന നേഴ്സസിൻ്റെ എണ്ണത്തിൽ വളരെയധികം കുറവ് വന്നിട്ടുണ്ട്. അതിന് പല കാരണങ്ങളാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വരുന്നത് ഏജൻസീസ് ത്രൂ ആണ്. നമുക്ക് ഡയറക്റ്റ് നാട്ടിൽ നിന്നും ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനായിട്ട് വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ജോബ് വിസയൊക്കെ എടുത്ത് വന്നതിന് ശേഷം നമ്മളുടെ CV ഓരോ ഹോസ്പിറ്റലിൽ കൊടുത്ത് അവർ നമ്മളെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം. അങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായിരുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുവൈറ്റ് എംഒഎച്ച് നാട്ടിൽ നിന്ന് റിക്രൂട്ട്മെൻറ്റ് നടത്തിയിട്ട് വർഷങ്ങളായിരുന്നു. അതിനുശേഷം കാര്യങ്ങൾ ഒരുപാട് മാറി മറിഞ്ഞു. കുവൈറ്റ് എംഒഎച്ച് ഫ്രീ ആയിട്ട്, അതായത് ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ വളരെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ത്യയിലുള്ള നേഴ്സസിന് കിട്ടിയിട്ടുള്ളത്. എന്തായാലും അങ്ങനെ ഇരുന്നപ്പോഴാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് വരാനുള്ള ആളുകളുടെ എണ്ണത്തിൽ വളരെ കുറവ് വന്നു. അതുമാത്രമല്ല, ഇവിടെ പല വിധമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് അതിന് ശേഷം നടക്കുകയൊക്കെ ചെയ്തു. ഇവിടുത്തെ ഇൻഷുറൻസിൻ്റെ ചില പ്രോബ്ലംസ് വരികയും അങ്ങനെ ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുകയും പിന്നെ ഈ ഏജൻസീസ് വാങ്ങുന്ന ഫീസ് അവരുടെ ഒരു എന്താ പറയുക, അവർ വാങ്ങുന്ന 3 lakhs 4 lakhs അങ്ങനെ കമ്മീഷനല്ല, അവരുടെ സർവീസ് ചാർജാണ് അവർ പറയുന്നത്. അങ്ങനെയെല്ലാം ചെയ്ത് ഇവിടെ വരുമ്പോൾ നമ്മൾക്കൊരു പക്ഷേ ഇവിടെ നിന്ന് റിലീസ് കിട്ടുക എന്നുള്ളത് വളരെ സ്വപ്നങ്ങൾ മാത്രമായിട്ട് അവശേഷിക്കാറുണ്ട്. 2 years കഴിഞ്ഞിട്ട് റിലീസ് കിട്ടും എന്നാണ് പറയുന്നത്. മിക്കവാറും ഹോസ്പിറ്റലുകാർ റിലീസ് കൊടുക്കാതെയൊക്കെ ആളുകളെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ പ്രൈവറ്റ് ഹോസ്പിറ്റൽ സെലക്ഷനായി ഏജൻസീസിന് ഇതുപോലെ പൈസയെല്ലാം കൊടുത്തതിന് ശേഷം എംഒഎച്ചിൻ്റെ സെലക്ഷൻ വന്നപ്പോൾ അവരത് ക്യാൻസൽ ചെയ്തതിന് ശേഷം എംഒഎച്ചിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ തരാം. ഇനി നിങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും നിങ്ങൾ ഇനി പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് വരണോ വേണ്ടയോ എന്നുള്ളത്. ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രോമെട്രിക് എക്സാം നിങ്ങൾ മസ്റ്റായിട്ട് എഴുതിയേ പറ്റൂ. പ്രോമെട്രിക് എക്സാമിൻ്റെ പാറ്റേണൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷമോ നമ്മൾ പ്രോമെട്രിക് എക്സാം എഴുതണം. പലർക്കും അതിനൊരു പാസ്സാകാനൊക്കെ കുറച്ച് നല്ല രീതിയിലുള്ളൊരു ട്രെയിനിങ് എടുത്തിട്ടില്ലെങ്കിൽ ഒരുപാട് പേര് ഫെയിലായിട്ടുണ്ട്. അതിൻ്റെ പാസിംഗ് സ്കോറൊക്കെ ഇച്ചിരി ഹൈ ആണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപാട് ഫെയിലിയർ റേറ്റ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്നതിന് ശേഷം അവർക്ക് കിട്ടുന്ന ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒരു പക്ഷേ മിക്കവാറും ഹോസ്പിറ്റലിലൊക്കെ അക്കോമഡേഷൻ ഫ്രീ ആയിട്ടാണ് കൊടുക്കാറ്. പക്ഷേ അവിടെ ഫുഡ് ചില ഹോസ്പിറ്റലിൽ കൊടുക്കാറില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എക്സ്പെൻസ് എല്ലാം നമ്മൾക്ക് കിട്ടുന്ന ഈ സാലറി ഒരു പക്ഷേ 480, നേരത്തെ 250 to 300 ആ ഒരു റേഞ്ചിലായിരുന്നു ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ സാലറി കൊടുത്തിരുന്നത്. ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് വളരെ കുറവാണ്. പക്ഷേ എങ്കിൽ പോലും വരുന്ന ആളുകൾക്ക് സാലറി അല്പം കൂട്ടി കൊടുക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുന്ന ആളുകൾക്ക് ഇവിടെ കിട്ടുന്ന ഒരു അക്കോമഡേഷൻ എന്ന് പറയുന്നത് അവർക്ക് ഒരു പക്ഷേ എംഒഎച്ചിൻ്റെ അക്കോമഡേഷനേക്കാളും ബെറ്റർ ആണോ വേഴ്സ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അക്കോമഡേഷൻ അവർക്ക് മിക്കവാറും തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ അവർക്ക് എംഒഎച്ചിനേക്കാളും കുറച്ചും കൂടെ ബെറ്ററായിട്ട് ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ മെറ്റേണിറ്റി ലീവ് 70 days ആണ്. പ്രൈവറ്റ് ആയിട്ടുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഇവിടെ 70 days മെറ്റേണിറ്റി ലീവ് മസ്റ്റാണ്. പക്ഷേ എംഒഎച്ചിൽ 30 days മാത്രമേ ഉള്ളൂ. എംഒഎച്ചിലേക്ക് നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് സാലറി തന്നെ 600 KD ആണ്. പക്ഷേ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിങ്ങളിവിടെ ഒരു പക്ഷേ നിങ്ങൾക്ക് 900 KD എബോവ് സാലറി കിട്ടുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം. പക്ഷേ ഇത് തീർച്ചയായിട്ടും നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്കല്ല അങ്ങനെയുള്ളത്. ഇവിടെ വർഷങ്ങളോളം നിന്നതിന് ശേഷം നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഒരു സ്പെഷ്യലൈസ്ഡ് ഫീൽഡിൽ എടുത്ത് നല്ല സ്മാർട്ടാണെങ്കിൽ നിങ്ങളെ ഒരു പക്ഷേ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആ ഒരു സാലറിയിൽ നിങ്ങൾ ഹയർ ചെയ്ത് എന്ന് ഇരിക്കാം. അല്ലാതെ ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ സാലറി ഇവിടുന്ന് നാട്ടിൽ നിന്ന് വരുവാണെങ്കിൽ വളരെ കുറവാണ് എന്നുള്ളതാണ്. 600 KD സാലറി കൊടുക്കുന്ന ഏജൻസീസ് ഉണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിന് അപ്പുറത്തേക്കുള്ളൊരു സാലറി എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇവിടെ എംഒഎച്ചിലാണെങ്കിൽ ആ ഒരു ഡിഫറൻസ് കുറച്ചും കൂടെ കൂടുതലാണ്. ബേസിക് സാലറി 600 ആണ്. പ്ലസ് ബേസിക് സാലറി എന്ന് പറയുമ്പോൾ ബേസിക് സാലറി ഇൻ പേപ്പർ ഇസ് 200 KD അത്രയാണ്. ഞാൻ അലവൻസ് എല്ലാം കൂട്ടി ഒരു മിനിമം സാലറിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ അലവൻസുകളെല്ലാം ആഡ് ചെയ്ത് ഏകദേശം 700 എബവ് സാലറി എന്തായാലും ഒരു കിട്ടേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ പ്രൈവറ്റിലേക്ക് ആളുകൾക്ക് വരാനായിട്ടുള്ള മടിയുള്ളത്. ഒരുപാട് പേർ എന്നോട് മെയിലിൽ ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഇനി പ്രൈവറ്റിലേക്ക് വരണോ, എംഒഎച്ചിൻ്റെ സെലക്ഷൻ ആയിട്ടുണ്ട്, വിസ വന്നു, ഇനിയിപ്പോൾ അതെന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എംഒഎച്ചിൽ നമ്മൾക്ക് എല്ലാ വർഷവും ഫ്ലൈറ്റ് ടിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ചില പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എവ്രി ഇയർ നമ്മൾക്ക് നാട്ടിൽ പോകാനുള്ള അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് കൊടുക്കുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ 1 in 2 years അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യമൊന്നും എംഒഎച്ചിലില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഇയർലി ലീവ് എന്ന് പറയുന്നത് 35 days ആണ് എംഒഎച്ചിൽ. പ്രൈവറ്റിൽ ചില ഹോസ്പിറ്റൽസ് 30 days ആണ് കൊടുക്കുന്നത്. അത് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് കഴിയുമ്പോൾ എത്രയെങ്കിലും
കൂടുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഡ്യൂട്ടി ടൈമിങ്സ് ഓൾമോസ്റ്റ് ചില ഹോസ്പിറ്റൽ മിക്കവാറും തന്നെ 7 to 2 ഈ സെയിം മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ ടൈമിംഗ് തന്നെയാണ്. പക്ഷേ ചില പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ 12 hours ഡ്യൂട്ടി, സ്പ്ലിറ്റ് ഡ്യൂട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഫാമിലിയെ കൊണ്ടുവരാൻ, എന്തായാലും ഫീമെയിൽ നേഴ്സസിന് ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ ഉള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാനാണെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു ഗ്രാജുവേഷൻ എന്തായാലും വേണം. അത് പ്രൈവറ്റിലാണെങ്കിലും MOHലാണെങ്കിലും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നാട്ടിൽ നിന്നും പ്രൈവറ്റിൽ സെലക്ഷൻ കിട്ടിയ ആളുകൾ MOHലേക്ക് വരാമെന്ന് വിചാരിക്കുന്നത്. MOHലേക്ക് നമ്മൾ സെലക്ഷൻ MOH സ്റ്റാർട്ട് ചെയ്ത സമയത്തും ഏജൻസീസ് ഒരുപാട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നു. അതായത് എങ്ങനെയെങ്കിലും ഈ കാൻഡിഡേറ്റ്സിനെ വശത്താക്കി കുറച്ചെങ്കിലും പണം അവർക്ക് നേടാമെന്നുള്ള രീതിയിൽ പല ഏജൻസീസും ഹെൽപ്പ് ചെയ്യാമെന്നുള്ള രീതിയിലൊക്കെ വന്നിരുന്നു. അവരൊക്കെ വളരെ എന്താ പറയുക, ആളുകളെ ചീറ്റ് ചെയ്യുക തന്നെയാണ് ചെയ്തത്. കാരണം MOH വളരെ ഒരു ഡിക്ലറേഷൻ ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് യാതൊരു ഏജൻസീസ് ഇല്ല, എല്ലാവരും ഡയറക്റ്റായിട്ടാണ് ഇങ്ങോട്ട് റിക്രൂട്ട്മെൻറ്റ് നടത്തി വരിക എന്നുള്ളത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ MOH മാത്രം ട്രൈ ചെയ്ത് ഇങ്ങോട്ട് വരിക. ഒരു പ്രൈവറ്റിലോട്ട് വരികയാണെങ്കിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസും പല കാര്യങ്ങളും ഉണ്ട്. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് സെലക്ഷൻ ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ വേറെ ഏതെങ്കിലും വിസയിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ബെറ്റർ സാലറിയിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അല്ലാതെ നാട്ടിൽ നിന്ന് നിങ്ങൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ MOHലേക്ക് മാത്രം വരാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.